നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ CPM ഇപ്പോൾ ഒരു വല്ലാത്ത കെണിയിൽ തന്നെ പെട്ടിരിക്കുകയാണ്. ഈ വിദേശ സർവകലാശാല എന്നുള്ള കാര്യത്തിൽ കയറി പിടിച്ച് അവർക്കിപ്പോൾ പഴയ സംഭവങ്ങളൊക്കെ പലരും എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ വല്ലാതെ തികട്ടി നിൽക്കുകയാണ്. ഇവരുടെ ഈ കുട്ടിപ്പട്ടാള കിങ്കരന്മാർ നമ്മുടെ പ്രഗത്ഭനായ TP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവരെല്ലാറ്റിനും തുടക്കത്തിൽ സമരം ചെയ്തിട്ടുള്ളവരാണ്. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ്. വിദേശ സർവകലാശാലയ്ക്കെതിരെ, സെൽഫ് ഫിനാൻസ് കോളേജിനെതിരെ. പക്ഷേ ഇതെല്ലാം ഇവരുടെ എല്ലാം മക്കൾ പഠിച്ചിട്ടുള്ളതെല്ലാം തന്നെ വിദേശ സർവകലാശാലയിലാണ്. ഇവിടെ പാവം പിടിച്ച കുറേ കുട്ടിപ്പട്ടാളത്തെ ചുടുചോറ് വാരി തീറ്റിക്കുകയാണ്. എന്നിട്ട് അവരെ പെടാപ്പാട് പെടിയിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയല്ലേ ഇപ്പോൾ വലിയ അഭിമാന പുളകിതത്തോടുകൂടി കൊണ്ടു നടക്കുന്ന പുഷ്പൻ എന്ന് പറയുന്നത്. അവരുടെയൊക്കെ കാര്യം, അവരുടെ ജീവിതം തന്നെ തൊലച്ചതാരാണ്? ഈ CPM തന്നെയാണ്. എന്നിട്ടിപ്പോൾ വിദേശ സർവകലാശാല പോലും കൊണ്ടുവരുന്നു. ആ സർവകലാശാലയെ സംബന്ധിച്ച് നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നത്. ഇവർക്ക് വളരെ താത്വികമായിട്ടൊക്കെ കാര്യങ്ങൾ പറയാൻ അറിയാമല്ലോ. നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്ന്, ചർച്ചകൾ വേണമെന്നാണ് പറഞ്ഞതെന്നും അതുപോലും പാടില്ലെന്ന് പറയുന്നതും ശരിയല്ലെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ വെച്ച് വിദേശ സർവകലാശാല വിഷയത്തിൽ പ്രതിപക്ഷ MLA-മാർ പുഷ്പനെ അറിയുമോ എന്ന് ചോദിച്ചതിന് പുഷ്പനെ ഓർമ്മയുണ്ടെന്നും ആ സമരത്തിൽ സജീവമായി പങ്കെടുത്തവരാണ് തങ്ങളെല്ലാവരുമെന്നും ബാലഗോപാൽ മറുപടി പറഞ്ഞു. ഇവരെല്ലാം ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഇപ്പോൾ നല്ല സുഖലോലുപതയിൽ ശീതീകരിച്ച മുറിയിൽ എങ്ങനെ ഇരിക്കുകയാണല്ലോ. നിങ്ങളുടെ കൂടെ പങ്കെടുത്ത ആളല്ലേ പുഷ്പൻ? ഇപ്പം എന്തായി? ജീവച്ഛവമായി കഴിയുകയല്ലേ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം. ആ പരിഷ്കാരങ്ങൾക്കും ചർച്ചകൾക്കും വേണ്ടിയാണ് TP ശ്രീനിവാസൻ ഒരു സെമിനാർ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ എന്താണ് ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയല്ലേ CPM-ഉം SFI കുട്ടിപ്പട്ടാളവും കാണിച്ചു വെച്ചത്? വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് ചർച്ച വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 40 വർഷം മുമ്പ് ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമെതിരെ ഞങ്ങളുടെ അന്നത്തെ തലമുറ സമരം ചെയ്തിട്ടുണ്ട്. 3000-ഓളം തൊഴിലാളികൾ തൊഴിലില്ലാതെ നിൽക്കുന്ന കർഷക തൊഴിലാളികൾക്ക് ജോലി കിട്ടാത്ത കാലത്തെ പോലെയാണോ ഇന്ന് കാലം മാറി. കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ്. ഒരു കുട്ടിക്ക് 30 ലക്ഷം മുതൽ മുകളിലേക്കാണ് ചെലവ്. നാട്ടിൽ ചെലവാകേണ്ട പണം ഇവിടെ വരണം. കുട്ടികൾ പലരും പോകുന്നത് കുടിയേറ്റത്തിനും ജോലിക്കും വേണ്ടിയാണ്. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് വിദേശ സർവകലാശാലകൾ വേണമെന്ന് നമ്മുടെ ബാലഗോപാല് പറയുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ വൽക്കരണം വന്നപ്പോൾ തൊഴിൽ കളയുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് സംഘടനയുടെ സമര ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണെന്നും ബാലഗോപാൽ പറഞ്ഞു. എല്ലാവരും കണക്കാണ്. വിദേശ സർവകലാശാലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ എന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. CPM ഇപ്പോൾ ഒരു നയം എടുത്തിട്ടില്ല. ചർച്ച ചെയ്തിട്ട് പൊതുവായ മാനദണ്ഡം നോക്കി കാര്യങ്ങൾ ചെയ്യും. ചർച്ചകൾ പോലും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അത് നന്നായിരിക്കട്ടെ.